പ്രണയസുധാമയ മോഹന ഗാനം ഹരിമുരളീരവം. മലയാള സിനിമാ സംഗീത ലോകത്ത് വാക്കുകൾക്ക് ആത്മാവും സംഗീതത്തിന് ജീവനും നൽകിയ ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി ഓർമ്മയായിട്ട് ഇന്നേക്ക് 16 വർഷം. തന്റെ വ്യത്യസ്തമായ ശൈലിയും കാവ്യാത്മകമായ ഭാഷയും കൊണ്ട് മലയാളികളുടെ ഹൃദയത്തിൽ തന്റേതായ ഇടം നേടിയ കലാകാരൻ. പ്രണയം പാടില്ല എന്നാണ് എൻ്റെ അധ്യാപകൻ എന്നെ പഠിപ്പിച്ചത്. അപ്പം ഉള്ളിലടക്കി പിടിച്ച പ്രണയമേ എനിക്കുണ്ടാവും. ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉറപ്പില്ലാണ്ട് എഴുതിയാണ് ഞാൻ. ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാം. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന വദനിസ്വനം. 1961 മെയ് 1 കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി ഗ്രാമത്തിനടുത്തുള്ള പുത്തഞ്ചേരിയിലാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ജനനം. ജ്യോതിഷിയും സംസ്കൃത പണ്ഡിതനുമായിരുന്ന കൃഷ്ണപ്പണിക്കരുടെയും കർണാടക സംഗീതജ്ഞയായിരുന്ന മീനാക്ഷി അമ്മയുടെയും മകനായി ജനനം. സംഗീതവും സാഹിത്യവും നിറഞ്ഞ കുടുംബാന്തരീക്ഷം അദ്ദേഹത്തിന്റെ സൃഷ്ടിപരമായ കഴിവുകൾക്ക് വളക്കൂറായി. മീഞ്ചന്ത ഗവൺമെന്റ് കോളേജിൽ പഠനം പൂർത്തിയാക്കാതെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച ഗിരീഷ് പുത്തഞ്ചേരി പിന്നീട് കവിതയിലും ഗാനരചനയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞു. 1989 പുറത്തിറങ്ങിയ എൻക്വയറി എന്ന ചലച്ചിത്രത്തിൽ ഗാനരചന നടത്തിയാണ് സിനിമാ രംഗത്തേക്കുള്ള പ്രവേശനം. ആദ്യകാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ശ്രദ്ധ നേടി. ഏകദേശം 20 വർഷത്തെ കരിയറിൽ 300-ലധികം ചലച്ചിത്രങ്ങളിൽ ആയിരക്കണക്കിന് ഗാനങ്ങൾ രചിച്ചു. വിദ്യാസാഗർ, രവീന്ദ്രൻ, ജോൺസൺ തുടങ്ങിയ പ്രമുഖ സംഗീത സംവിധായകരോടൊപ്പം പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ പല ഗാനങ്ങളും ഇന്നും മലയാള സിനിമയിലെ ക്ലാസിക്കുകളായി അറിയപ്പെടുന്നു. മലയാളികളുടെ മനസ്സിന്റെ പടിവാതിൽക്കൽ പിന്നെയും പിന്നെയും പടികടന്നെത്തുന്ന എത്രയോ ഗാനങ്ങൾ. സിനിമയിൽ സ്ക്രിപ്റ്റ് റൈറ്ററായും പുത്തഞ്ചേരി തിളങ്ങി. വടക്കുന്നാഥൻ, മേലേപ്പറമ്പിൽ ആൺവീട്, പല്ലാവൂർ ദേവനാരായണൻ തുടങ്ങിയ സിനിമകളിലും തിരക്കഥയുടെ മാസ്മരികത തീർത്തു. സൂര്യനാളം ഒരു സ്വരമഴയുടെ മിഴിമന്ത്ര തീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ സാര ശിവഗംഗേ. തുടിയിൽ ഉണരും പ്രകുട കേട്ട് തുയിലുണർന്നു പാടി എന്റെ നടന മണ്ഡപം തുറന്നുവാ. മികച്ച ഗാനരചയിതാവിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 7 തവണ തേടിയെത്തി. മലയാള സിനിമയിൽ വളരെ കുറഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചിച്ച റെക്കോർഡ് സ്വന്തമാക്കിയതും ഗിരീഷ് പുത്തഞ്ചേരിയാണ്. പുത്തഞ്ചേരിയുടെ എഴുത്തിന്റെ ശൈലി മലയാള ഭാഷാ സൗന്ദര്യവും ഭാവവും ലളിതമായ വാക്കുകളിലൂടെ ഏതൊരു സംഗീതാസ്വാദകനും ഹൃദയത്തിൽ പതിയുന്നതായിരുന്നു. കവിതയുടെ ഭംഗിയും സാധാരണ ജനങ്ങളുടെ ഭാഷയും ചേർന്നതാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങളുടെ പ്രത്യേകത. ചലച്ചിത്ര രംഗത്ത് സജീവമായിരുന്ന കാലത്ത് മലയാളത്തിന് ഇനിയും ഒത്തിരി പ്രിയ ഗാനങ്ങൾ സമ്മാനിക്കേണ്ട ഗിരീഷ് പുത്തഞ്ചേരി എന്ന സൂര്യൻ തിരുവരങ്ങിൽ നിന്നും അകാലത്തിൽ വിടവാങ്ങി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലി. സൂര്യകിരീടം വീണുടൻ